ഇപ്പോൾ ചൂട് കാരണം തന്നെ വൈകുന്നേരങ്ങളിൽ അങ്ങനെ കാപ്പി ഉണ്ടാക്കി കുടിക്കാറില്ല കേട്ടോ. പിന്നെ ഇതേപോലത്തെ സ്നാക്സ് എന്തെങ്കിലും കഴിക്കണമെന്ന് വെച്ചെങ്കിൽ കാപ്പിയുടെ ആവശ്യമില്ലല്ലോ. പിന്നെ വല്ലാതെ കാപ്പിയൊക്കെ കുടിക്കാൻ തോന്നുകയാണെന്ന് വെച്ചെങ്കിൽ ഒരു ഗ്ലാസ് കാപ്പിയൊക്കെ ഉണ്ടാക്കി കുടിക്കും. കുട്ടികൾക്ക് എത്ര കാപ്പി കൊടുത്താലും അവർ നന്നായിട്ട് കുടിക്കും, അവർക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ. പിന്നെ വല്ല പൊരിക്കടികളൊക്കെയാണെന്ന് വെച്ചെങ്കിൽ കാപ്പി കൂടി കിട്ടിയാൽ വളരെ സന്തോഷം. കാപ്പി കുടിയൊക്കെ കഴിഞ്ഞിട്ട് ഇതാ ആര്യം പോയിട്ട് സൈക്കിൾ ചവിട്ടുകയാണ് കേട്ടോ. ആര്യനോട് ഞാൻ പറയുകയാണ്, അകത്തിരുന്നിട്ട് ടി വി കാണുമായിരുന്നല്ലോ എത്ര നേരം, അപ്പോൾ എന്തെങ്കിലും കയ്യിലും കാലിനൊക്കെ ഒരു ആയാസം വേണ്ടേ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ സൈക്കിൾ ചവിട്ടടാന്ന് പറഞ്ഞപ്പോൾ അവൻ വന്നിട്ട് സൈക്കിൾ ചവിട്ടുകയാണ് കേട്ടോ. സൈക്കിൾ ഓടിക്കാൻ പറഞ്ഞിട്ടുണ്ട് വെച്ചെങ്കിൽ മര്യാദയ്ക്കൊന്നും ഓടിക്കില്ല കേട്ടോ. അതേപോലെ വല്ല ഇങ്ങനെ ഭയങ്കര സ്പീഡിൽ ഓടിക്കുക, കാല് കയറ്റി വെച്ചിട്ട് ഓടിക്കുക, അങ്ങനെയൊക്കെ കാണിക്കുന്ന കാണുമ്പോൾ തന്നെ എനിക്കിങ്ങനെ ദേഷ്യം വരാൻ തുടങ്ങും കേട്ടോ. വീണിട്ട് വല്ലതും പറ്റിയാൽ പിന്നെ അതും പ്രശ്നമല്ലേ. കുറച്ച് നേരം അവൻ സൈക്കിൾ ഓടിക്കണം കണ്ടപ്പോഴേക്കും എനിക്ക് മതിയായിട്ടോ. എന്നിട്ട് ഞാൻ അവനോട് പറഞ്ഞു, നീ പോയിട്ട് സിയുടെ കൂടെ കളിച്ചോ, ടി വി കണ്ടാന്ന് പറഞ്ഞിട്ട് അങ്ങനെ രണ്ടുപേരെയും കൂടിയിട്ട് വിട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ അതാ ഞാൻ മിറ്റടിച്ച് വരുമ്പോൾ അവനോട് വീഡിയോ എടുത്തരാൻ പറഞ്ഞിട്ട് അവൻ അങ്ങനെ വീഡിയോ എടുത്താന്നുള്ളതാണ് കേട്ടോ. എനിക്ക് രണ്ടാളും കളിക്കുന്നതിൻ്റെ ഇടയിൽ ചെറുതായിട്ടൊന്ന് വീണപ്പോൾ എൻ്റെ അടുത്ത് മുറിയായി എന്ന് പറഞ്ഞിട്ട് വന്നിരിക്കുകയാണ് കേട്ടോ കാണിച്ചു തരാൻ വേണ്ടിയിട്ട്. ഇല്ല, മുറിയൊന്നും ആയില്ല. ഒരു ലോഡ് ഡ്രസ്സ് ഉണ്ട് കേട്ടോ മടക്കാൻ വേണ്ടിയിട്ട്. ഇത് 2-3 ദിവസത്തെ ഡ്രസ്സുകൾ വാഷ് ചെയ്തത് ഉണങ്ങിയതിൻ്റെ ശേഷം ഈ റൂമിൽ കൊടുത്തിട്ട് വെച്ചിട്ടുള്ളതാണ് കേട്ടോ. പിന്നെ ഞാൻ മടക്കി വെച്ചിട്ടുണ്ടായിരുന്നില്ല, അപ്പോൾ അതേ ഒരു പണിയാണ് ഇപ്പോൾ അത്. കുറച്ച് നേരം ഇരുന്ന് മടക്കാനുള്ളതുണ്ട്. അപ്പം എന്നെ സഹായിക്കാൻ വേണ്ടിയിട്ട് ആര്യനും ഉണ്ട് കേട്ടോ കൂടെ. ആരിൻ്റെ അടുത്ത് ഞാൻ കുഞ്ഞു കുഞ്ഞ് സാധനങ്ങളൊക്കെ എടുത്ത് മടക്കി വയ്ക്കാൻ പറഞ്ഞപ്പോൾ അതൊക്കെ ചെയ്യാം കേട്ടോ. പിന്നെ അത് ഞാൻ മടക്കിയിട്ട് അമ്മയുടെ റൂമിൽ കൊടുന്ന് വെച്ചെടുത്തിട്ടുണ്ട്. ഇനി അത് അലമറയിലേക്ക് കയറ്റണം. എൻ്റെ പണികളൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരം കിടക്കാമെന്ന് വിചാരിച്ചാൽ ഇതായി കുഞ്ഞ് സാധനം അതിനെ സമ്മതിക്കില്ല കേട്ടോ. ഞാൻ എവിടെ പോയിരുന്നാലും എൻ്റെ കൂടെ തന്നെ ഉണ്ടാവും. എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ടോ എന്നെ ഇങ്ങനെ കണ്ണടച്ച് കിടക്കുകയാണെന്ന് വെച്ചെങ്കിൽ കണ്ണ് കണ്ട കാണിക്കുന്നത് അതേപോലെയൊക്കെ ചെയ്തിട്ട് കൂടെ തന്നെ ഉണ്ട് കേട്ടോ ആള്. എനിക്ക് ഉറങ്ങാൻ ചെയ്യണോളെ. അയ്യോ എൻ്റെ കണ്ണ്.